എസ് ആർ അച്യുതൻ ഇപ്പോഴും തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അച്യുതൻ, ഈ ഇന്ത്യൻ തിരിച്ചടി അത് ഏത് രീതിയിലാണ് ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്ന് തുടങ്ങിയിട്ടുണ്ടോ? ഈ ജമ്മു സെക്ടറിലാണ് ഈ തിരിച്ചടി തുടങ്ങിയതെന്ന് മനസ്സിലാക്കുന്നു. അത് ഏത് ഇന്റൻസിറ്റിയിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്കുണ്ടോ? ഇപ്പോൾ പാക് പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു എന്നൊരു വിവരമാണല്ലോ പുറത്തുവരുന്നത്. തീർച്ചയായിട്ടും പ്രജിൻ അങ്ങനെ തന്നെയാണ്. അതായത് ഒന്ന് ഈ ജമ്മു മേഖല കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണം, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഷെല്ലാക്രമണം നടത്തി. ഇതിനെല്ലാം കനത്ത രീതിയിൽ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ ഇപ്പോൾ കരസേനയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ നടപടി പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാക് പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ അനാവശ്യമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലടക്കം ആക്രമണങ്ങൾ നടത്തിയത്. ഈ ഷെല്ലാക്രമണങ്ങൾ വ്യാപകമായി നടത്തി സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ, അവരുടെ വീടുകൾ തകർക്കുന്ന രീതിയിൽ, അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ആക്രമണം നടത്തി. അങ്ങനെ അതിനെല്ലാം ഇനി കൃത്യമായ മറുപടി നൽകാനാണ് ഇപ്പോൾ സേന ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ഇപ്പോൾ തിരിച്ചടി നടക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രജിൻ, യെസ്, ആ രീതിയിൽ ഇന്ത്യൻ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. പാക് പോസ്റ്റുകൾക്ക് നേരെയാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏത് മേഖലയിലേക്കാണ്, എത്രമാത്രം തീവ്രതയിലാണ് ഈ ഇന്ത്യൻ തിരിച്ചടി എന്നുള്ളത് വരും മിനിറ്റുകളിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യ അപ്ഡേറ്റുകൾ അനുസരിച്ച് അത് പാക് പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്ത്യൻ തിരിച്ചടി എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായ ഷെല്ലാക്രമണം പാക് പോസ്റ്റുകളിൽ നിന്നാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നു. എങ്ങനെയാണോ പാകിസ്ഥാൻ പ്രതികരിക്കുന്നത് അതേ രീതിയിൽ തിരിച്ചടി നൽകുക, അതായിരിക്കും ഇന്ത്യൻ നിലപാടും, അതായിരിക്കും ഇന്ത്യൻ രീതിയും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകോപനവും ഒക്കെ ഉണ്ടായത് ഈ പാക് പോസ്റ്റുകളിൽ നിന്നാണ്. അവിടെ നിന്നുള്ള ഷെല്ലാക്രമണം, ഒപ്പം തന്നെ ഈ ഡ്രോണുകളിലൂടെ ഉള്ള ആക്രമണ ശ്രമം. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. ആദ്യം ഈ പോസ്റ്റുകൾക്ക് നേരെയുള്ള, പാക് പോസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണം. അതിർത്തിയിൽ ഈ കാവൽ ഭടന്മാരെ നിൽക്കുന്ന പട്ടാളക്കാരുടെ പാക് പോസ്റ്റുകളുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ പോസ്റ്റുകളൊക്കെ ഉണ്ട് അതിർത്തിയിൽ. അത് നമ്മൾക്ക് അറിയാവുന്നതാണ്. ഈ അതിർത്തിയിലൊരു ഒരു സ്ഥിതിയും ഒരു രീതിയും അങ്ങനെയാണ്. പലപ്പോഴായി ഇത്തരത്തിൽ ഈ ഇരു പോസ്റ്റുകൾക്കും നേരെ രൂക്ഷമായ രീതിയിലുള്ള വെടിവെപ്പും ഷെല്ലാക്രമണമൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഇടയ്ക്കിടെ ഉണ്ടാവുന്നതാണ്. അവിടെ ഒരു എന്താണ് പറയുക, വെടിനിർത്തൽ കരാർ ഒക്കെ ഉണ്ടെങ്കിലും അത് പലപ്പോഴും ലംഘിക്കപ്പെടാറുണ്ട്. അത് നിരന്തരമായി അങ്ങനെ ഒരു സീസ് ഫയർ വയലേഷനൊക്കെ അവിടെ സംഭവിക്കുന്നതുമാണ്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് ഈ ഷെല്ലുകൾ വന്ന് പതിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം കൂടുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ് ഉറിയിലെ അല്ലെങ്കിൽ ഇസ്ലാമാബാദിലെ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ അവിടെ പൂർണ്ണമായും വീടുകൾ തകർന്നു പോയ അവരുടെ അവസ്ഥ, അവിടെ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്ന അവസ്ഥ, ഒപ്പം തന്നെ അവിടെ നിന്നും എല്ലാം വിട്ട് മാറി പോകേണ്ടി വരുന്ന അവിടുത്തെ പ്രദേശവാസികളുടെ അവസ്ഥ, അവിടുത്തെ കൃഷിയും തങ്ങളുടെ അരുമ മൃഗങ്ങളെയൊക്കെ ഒറ്റയ്ക്കാക്കി അവിടെ നിന്നും പലായനം ചെയ്ത് പോകേണ്ടി വരുന്ന ആൾക്കാരുടെ അവസ്ഥ. ഏതാണ്ടൊരു 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ പാക് പോസ്റ്റുകളിൽ നിന്നാണ് ഈ ഷെല്ലാക്രമണമൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള പാക് പോസ്റ്റുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണം ഉണ്ടായത് എന്ന് അവിടുത്തുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ഇങ്ങോട്ട് അടിക്കുന്നു അതേ രീതി തന്നെ തിരിച്ചു പ്രയോഗിക്കുക എന്നതായിരിക്കും ഇന്ത്യൻ രീതി എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ അത് തന്നെ സംഭവിക്കുന്നു എന്ന് ഉറപ്പിക്കാം. കാരണം ഇന്ത്യ ജമ്മു സെക്ടറിൽ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. പാക് പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്ത്യയുടെ ആക്രമണം എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.